ഹൈ ഓൾ. കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ പോവുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്ലസ് ടുവിൽ ഇത് ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ദർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി: ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റി, ലീഗൽ, എത്തിക്കൽ ആൻഡ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റീസ്. ഇതിൻ്റെ 4ൻ്റെ വേർഡ് മീനിങ് ഒന്ന് നോക്കുക, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇക്കണോമിക്, അപ്പോൾ അവിടെ സാമ്പത്തികമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ലീഗൽ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. എത്തിക്കൽ, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ്. ഡിസ്ക്രിഷണറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ഇഷ്ടമാണ് അവിടെ പറയുന്നത്. സോ നോക്കുക, എന്താണ് ബിസിനസ്സിൻ്റെ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി? ഹിയർ ദ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി ഈസ് ടു പ്രൊഡ്യൂസ്, or the primary social responsibility is to produce goods and services as per needs of the society and sell them at a profit. സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, സർവീസസുകൾ ഡിസൈൻ ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അത് വളരെ ഫെയർ റേറ്റിൽ അവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക, ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കുക, കൊള്ള ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. അതൊരു ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്, സർവീസസ് ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, റെൻഡർ ചെയ്യുക. പക്ഷെ അതിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഒരിക്കലും ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ബിസിനസ്സിന് നിലനിന്ന് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് അവിടെ ചാർജ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ട നിയമപരമായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ എത്തിക്സിനകത്തൊക്കെ അത് കണ്ടതാണ്. ഇപ്പം ലിക്കറിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടും സിഗരറ്റിൻ്റെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ചില വാർണിങ്സുകൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഓർഗനൈസേഷൻ ആ വാർണിങ്സ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, ബിസിനസ് മസ്റ്റ് ഓപ്പറേറ്റ് വിതിൻ ദ ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് ദി സൊസൈറ്റി. ഏത് രാജ്യത്തെ നിയമമാണോ അവർ ഫോളോ ചെയ്യുന്നത്, ഇപ്പോൾ ഏത് രാജ്യത്താണോ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ആ രാജ്യത്തെ നിയമം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. So that is legal responsibility. It should operate within the laws of the land. ആ രാജ്യത്തെ നിയമം അനുസരിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ്. എത്തിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, it's an element of voluntary action in performing this responsibility. സൊസൈറ്റിയിലെ ആളുകളുടെ താല്പര്യങ്ങളെ, അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് വേണം എപ്പോഴും ബിസിനസ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അവരുടെ കൾച്ചർ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഇവിടെ പറയുന്നുണ്ട്, റെസ്പെക്ടിങ് ദ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ വൈൽ അഡ്വർടൈസിങ് ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആ രാജ്യത്തെ വിവിധ തരത്തിലുള്ള ആളുകളുണ്ടാവും. അവരുടെയൊക്കെ താല്പര്യങ്ങളെ, അവരുടെയൊക്കെ റിലീജിയസ് ബിലീഫിനെ ഒരിക്കലും ഹാനികരമായ രീതിയിലുള്ള ഒരു പരാമർശം പോലും അവിടെ നടത്താൻ പാടില്ല. അതിനെല്ലാം നമ്മൾ മാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. അല്ല, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, മറ്റു മതങ്ങളെ നാം ബഹുമാനിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബഹുമാനം ഇത്തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പോലും ബിസിനസ്സുകാർ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് എൻ എത്തിക്കൽ പ്രാക്ടീസ്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ബിസിനസ്സിന് സൊസൈറ്റിയുടെ നല്ല കൺസേൺ നിന്ന് തെളിയിക്കാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ വരാറുണ്ട്. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില അവസരങ്ങൾ. ഫോർ എക്സാമ്പിൾ, നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത്ക്വേക്സ്, ഈവൻ കോവിഡ് സിനാരിയോ, അല്ലേ? ഈ സമയങ്ങളിലൊക്കെ ബിസിനസ്സിന് വേണമെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാവാം. ഫ്ലഡൊക്കെ വരുമ്പോൾ ചില കമ്പനീസൊക്കെ ഇത്ര രൂപ കൺസേൺഡ് സ്റ്റേറ്റിലായിട്ട് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ റിലീഫ് ഫണ്ടിലായിട്ട്, സെൻട്രൽ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ റിലീഫ് ഫണ്ടിലോട്ടൊക്കെ ഓർഗനൈസേഷൻ ഡൊണേറ്റ് ചെയ്യാറുണ്ട്, റിലീഫ് ഫണ്ടിലോട്ട്. അങ്ങനെയൊക്കെ ചെയ്യണം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് ദെയർ ഡിസ്ക്രീഷൻ. ആരും കമ്പൽ ചെയ്യുന്നതല്ല, അവർ സ്വമേധയാ ചിന്തിച്ച് മുന്നോട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ സിംപിളി പറയുകയാണെങ്കിൽ, ഇക്കണോമിക്, ലീഗൽ, എത്തിക്കൽ ആൻഡ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. ഇനി അതിനെ വേറെ ആംഗിളിൽ പറയുകയാണ്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പല ഗ്രൂപ്പിലോട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സൊസൈറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഒരു മിക്സറാണ്. നിങ്ങൾ നോക്കിക്കേ, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുള്ള ആളുകൾ, അവരോട് നമുക്ക് ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. വർക്കേഴ്സ് ഉണ്ട്, അവരോട് ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കൺസ്യൂമേഴ്സ് ഉണ്ട്, അവരോട് ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ദെൻ
കൺസ്യൂമേഴ്സ് ഉണ്ട്, അവരോട് ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഗവൺമെൻറ്റിനോട് നല്ല കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഓരോ ഗ്രൂപ്പിനോടും നമ്മളിവരെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അവരോടുള്ള റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി ഷെയർ ഹോൾഡേഴ്സ്. The responsibility of business enterprises to shareholders or owners are: number one, to provide fair return on their capital investment. കയ്യിലിരിക്കുന്ന വിലയേറിയ തുക നമ്മുടെ ഷെയർ വാങ്ങിയ ഒരു ഷെയർ ഹോൾഡർക്ക് നല്ല റിട്ടേൺ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ, പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കാൻ ശ്രമിക്കുക. എൻഷുർ സേഫ്റ്റി ഓഫ് സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ സ്ഥാപനത്തിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിന് ഒരു ഉറപ്പ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്ഥാപനം എപ്പോഴും ഈ സ്റ്റേബിളായിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായിരിക്കും എന്നൊരു ഉറപ്പ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കണം. ആൻഡ് ഓൾസോ പ്രൊവൈഡ് റെഗുലർ, അക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി വർക്കിംഗ് ഓഫ് ദി കമ്പനി ആസ് വെൽ ആസ് സ്കീം ഓഫ് ഫ്യൂച്ചർ ഗ്രോത്ത്. അതിനൊറ്റ വാക്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ട്രാൻസ്പെറൻസി. നല്ല സുതാര്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ കമ്പനിക്കകത്ത് യാതൊരു തരത്തിലുള്ള കള്ളത്തരവുമില്ല, എല്ലാം വളരെ ഓപ്പണാണ്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ, റെഗുലർ ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരാൻ ഞങ്ങൾ റെഡിയാണെന്നുള്ളതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് അഗെയിൻ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി വർക്കേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്കേഴ്സ് ഫോർ മീനിങ് വർക്ക്. പുതിയ വർക്കുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നു. ക്രിയേറ്റ് ആൻഡ് പ്രൊവൈഡ് പ്രോപ്പർ ആൻഡ് സേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. നല്ല സേഫായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കണം. ടു എൻഷുർ ഫെയർ വേജസ് ആൻഡ് ഫെയർ ഡീൽ ഫ്രം ദി മാനേജ്മെൻറ്റ്. നല്ല വേജസ് കൊടുക്കാൻ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആ വാക്കുകൾ, മിനിമം വേജസ് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. ടു റെസ്പെക്ട് ദി ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഓഫ് ദി വർക്കേഴ്സ് ടു ഫോം യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് ഒക്കെ ഫോം ചെയ്യാനുള്ള ഒരാളുടെ അവകാശമാണ്. ആ അവകാശങ്ങളെല്ലാം അവർക്ക് ഉറപ്പുവരുത്തുക. അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്, അതൊക്കെ ഉറപ്പുവരുത്തുക. ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികാസവും വളർച്ചയും അവിടെ അതിനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുക. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ എത്തിയിരിക്കുന്നത് ദിസ് ഈസ് നോട്ട് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മളൊരു സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിയും ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്ഥാപനമാണെന്നുള്ള കാഴ്ചപ്പാടിലായിട്ട് ഒരിക്കലും വർക്ക് ചെയ്യരുത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ചെറിയൊരു പൊസിഷൻ, ഇതുകൊണ്ട് എനിക്ക് ആജീവനാന്തം ഇത് മതി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പകരം ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ടല്ല. ഒരു പക്ഷേ ഞാനൊരു ഇത്തരത്തിലുള്ള കമ്പനി തുടങ്ങുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശ്രമം അയാൾ നടത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറേ കൂടെ സ്കില്ലുകൾ കിട്ടേണ്ടിയിരിക്കുന്നത്, മാനേജ്മെൻറ്റ് സ്കില്ല്. അപ്പോൾ അങ്ങനെയുള്ള സ്കില്ലുകൾ വരെ പ്രൊവൈഡ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വർക്കേഴ്സിന്. കൺസ്യൂമേഴ്സിനുള്ളൊരു ബാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, സപ്ലൈ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് എ റീസണബിൾ പ്രൈസ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലാത്ത കാര്യമാണത്. Then second one is to provide full information about the product and the company to the consumers. പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഈച്ച് ആൻഡ് എവറി ഇൻഫർമേഷൻ കറക്റ്റായിട്ട് തന്നെ കൺസ്യൂമേഴ്സിന് കൊടുത്തിരിക്കണം. ഒരു തരത്തിലും ഈ പറയുന്ന നെഗറ്റീവ് ആക്ടിവിറ്റീസ്, അതായത് അഡൾട്രേഷൻ, പുവർ ക്വാളിറ്റി, മിസ്ലീഡിങ് ആൻഡ് ഡിസോണസ്റ്റ് അഡ്വർടൈസിങ് ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ എണ്ണ തേക്കും നിങ്ങൾക്ക് മുടി നന്നായിട്ട് വരും, ഈ ക്രീം തേക്കും നിങ്ങൾക്ക് നല്ല ഫെയർനെസ് ലഭിക്കും. ഇങ്ങനെയുള്ള പരസ്യമൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊരു ലോജിക്കലി നമ്മളൊന്ന് ചിന്തിക്കണം, ഇത് ശരിക്കും ചെയ്താൽ ഗുണമുണ്ടാവുമോ, മുടി കിളുക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഫെയർനെസ് ഉണ്ടാവുമോ, തടി വയ്ക്കുമോ, വണ്ണം കുറയുമോ. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും അവർ പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ അത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഡിസോണസ്റ്റ് അഡ്വർടൈസിങ് ചെയ്യരുത്, ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതായിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ടു പ്രൊവൈഡ് ഡിസേർഡ് സർവീസ് ആൻഡ് ബി കോർട്ടിയസ് ടു ദി കസ്റ്റമേഴ്സ്. എപ്പോഴും നമ്മളെന്താ പറയുക, ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പ്രോഡക്റ്റ് വിൽപ്പന നടത്തുക എന്ന് പറയുന്നത് മാത്രമല്ല, വിറ്റ പ്രോഡക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ചൊരു എൻക്വയറി നടത്താൻ വരുന്ന സമയത്ത് അവരോട് മാന്യമായിട്ട് സംസാരിച്ച് മാന്യമായിട്ട് പെരുമാറാനുള്ള ബെറ്റർ കസ്റ്റമർ ആഫ്റ്റർ സെയിൽ സർവീസസും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ശരിക്കും ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ശരിക്കും ബിസിനസ്സിൻ്റെ ഗവൺമെൻറ്റിനോടും സമൂഹത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നിച്ച് പറയുകയാണെങ്കിൽ, to abide by the rules and regulations of the country. രാജ്യത്തിൻ്റെ നിയമം അതേപടി പാലിക്കുക. To pay taxes regularly, കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുക. To assist the government in achieving their economic and social objectives. ഗവൺമെൻറ്റിന് കുറേ ലക്ഷ്യങ്ങളുണ്ട്.
ആ ലക്ഷ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഈ ബിസിനസ്സിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ ആ രീതിയിൽ ഗവൺമെൻറ്റിന് ഒരു നല്ല അസിസ്റ്റൻസും കൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബിസിനസ് ശ്രമിക്കണം. ടു ബിഹേവ് ആസ് എ ഗുഡ് സിറ്റിസൺ ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു ദി വെൽ അക്സെപ്റ്റഡ് വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി. നമ്മൾ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ് പറയുന്നത്, ആർട്ടിഫിഷ്യൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ അസോസിയേഷൻ എന്നുള്ള ആംഗിളിൽ പറയുമ്പോൾ ഒരു സിറ്റിസനാണ്, ഒരു ലീഗൽ സിറ്റിസനായിട്ടാണ് കമ്പനി വരുന്നത്. അപ്പോൾ ആ സിറ്റിസൺ എപ്പോഴും ആ സൊസൈറ്റിയിലെ വാല്യൂസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണ്ടായിരിക്കണം ബിഹേവ് ചെയ്യാനായിട്ട്. ആൻഡ് ഫൈനലി നെക്സ്റ്റ് വൺ ഇസ് ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആൻഡ് അവോയ്ഡ് എനി ടൈപ്പ് ഓഫ് പൊല്യൂഷൻ. മാക്സിമം ശ്രമിക്കുക എന്നേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം, പക്ഷേ ഇവിടെ റെസ്പോൺസിബിലിറ്റി ആംഗിളിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നൈസർഗികമായിട്ടുള്ള ഈ കാലാവസ്ഥയും മറ്റുമൊക്കെ ഇതേവിടെ നിലനിർത്താനായിട്ട് ഓരോ ഓർഗനൈസേഷനും ബാധ്യസ്ഥരാണ്. പരമാവധി പൊല്യൂഷൻസ് ഒക്കെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ശ്രമിക്കുക എന്നുള്ളതും അവരുടെ ഭാഗത്തുള്ള ലക്ഷ്യം തന്നെയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, അത് ഗവൺമെൻറ്റിന് ഒരു വലിയ ഹെൽപ്പ് തന്നെയായിരിക്കും. ടു ഡെവലപ്പ് എ ഗുഡ് ഇമേജ് ഇൻ ദി സൊസൈറ്റി ത്രൂ കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ വിത്ത് ദ വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ഏതൊരു ഓർഗനൈസേഷനും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എപ്പോഴും തന്നെ ഈ പറയുന്ന കൺസ്യൂമേഴ്സായിട്ട് ഇൻട്രാക്ഷൻ നടത്തണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, സോഷ്യൽ സർവേസ് ഒക്കെ നടത്തുന്നുണ്ട്, പ്രോഡക്റ്റ് സർവീസസും പ്രോഡക്റ്റ് റിസർച്ചുകളൊക്കെ നടത്താറുണ്ട്. അപ്പം എന്താണ് കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്നതെന്ന് അവരിൽ നിന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തണമെന്നുള്ളതാണ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള കാര്യം സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള NCCയുടെ NSSൻ്റെ ഒക്കെ റോളാണ്. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു ചെറിയ ഏരിയ. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഓൾറെഡി +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓൾറെഡി എൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ദ സെഷൻ ഈസ് ഓവർ. താങ്ക് യു.